കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നെല്ലിക്കുഴി പഞ്ചായത്തിലെ 21 വാർഡിലെ മുണ്ടയ്ക്കൽപ്പടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ നിർവഹിച്ചു. ഏതെല്ലാം പ്രദേശത്ത് ശുദ്ധജലം വേണമോ അത് എത്തിക്കുന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ജനപ്രതിനിധിയായപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള വിചാരം. സ്വാഭാവികമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ദീർഘകാലമായി ഒരേ പാർട്ടിയുടെ ജനപ്രതിനിധികൾ പോയ ഒരു പ്രദേശം കൂടിയാണ് ചെറുവട്ടൂർ ഡിവിഷൻ. ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലും പരിശോധിച്ചു. ഇത്രയേറെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 6ാമത്തെ ജനപ്രതിനിധിയാണ്. ഇവിടെ ഈ 30 വർഷക്കാലത്തിൻ്റെ ഇടയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായി ഒരു കുടിവെള്ള പദ്ധതിയും ഇവിടെ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്വാഭാവികമായി ഈ നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 10 പഞ്ചായത്തുകളെ പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ചെറുവട്ടൂർ ഡിവിഷൻ. പ്രത്യേകിച്ച് കുറ്റ്ലഞ്ഞി, ഓലിപ്പാറ ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങൾ. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നിർവഹിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 50 വർഷത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം നാസർ വട്ടേക്കാടൻ, അലി പടിഞ്ഞാറെ ചാലിൽ, മുൻ വാർഡ് മെമ്പർ ആസിയ അലി മുണ്ടയ്ക്കൽ, സലീം പേപ്പതി, അനീസ് പുളിക്കൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.